നിലമ്പൂർ വിജയത്തിന് പിന്നാലെ UDF-ൽ ക്യാപ്റ്റൻ പൊട്ടിത്തെറി. ചില മാധ്യമങ്ങളിലൂടെ സതീശൻ തന്റെ കൂലിപ്പണി മാപ്രകളെ കൊണ്ട് സ്വയം ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടതിന് പിന്നാലെ കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ട് സതീശന്റെ ആ PR പണിയെ സംബന്ധിച്ച് ചെന്നിത്തല പറഞ്ഞതൊന്ന് കേട്ടെ. രമേശ് ചെന്നിത്തല ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിന്റെ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അത് ആ ക്രെഡിറ്റ് മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് പോകും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. അതേസമയം പ്രതിപക്ഷം വിജയിക്കുമ്പോൾ, അതും ഒരു ഭരണപക്ഷ സീറ്റ് പ്രതിപക്ഷം പിടിച്ചെടുക്കുമ്പോൾ, അത് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിജയമായി ഉയർത്തപ്പെടുന്നുണ്ടോ? ഒരു പ്രമുഖ ദിനപത്രം തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അടുത്ത ദിവസം മുൻ പേജിൽ എഴുതിയ വാക്ക് പുതിയ ക്യാപ്റ്റൻ എന്നാണ്. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു അംഗീകാരമുണ്ട്, അതിലൊന്നും ആരും സംശയമില്ല. പക്ഷേ ഞാൻ വിജയിച്ചപ്പോഴൊന്നും എന്നെ ആരും ക്യാപ്റ്റനും ആക്കിയില്ല, കാലാൾപ്പട പോലും ആക്കിയിട്ടില്ല, ഒരു ചാനലും ഒരു പത്രവും. എനിക്കതിലൊന്നും പരാതിയില്ല. ഞാൻ ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. അപ്പൊ അതിലൊക്കെ പിന്നിലൊരു താങ്കൾ വേറെ ഒരു PR പ്രവണതയൊക്കെ സംശയിക്കുന്നുണ്ടോ?